ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂസ് റിപ്പോർട്ടിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. എങ്ങനെ ഒരു ന്യൂസ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, രണ്ട് രീതിയിലാണ് മെയിനായിട്ടും ന്യൂസ് റിപ്പോർട്ടിംഗ് നടക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലാണ്. പിരമിഡിനെ തിരിച്ചു വയ്ക്കുന്ന രീതി, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. രണ്ടാമത്തേത് അവർ ഗ്ലാസ് സ്റ്റൈൽ. 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ചോദ്യമായിട്ട് എപ്പോഴും വരുന്നതാണ്. ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കും, ഹൗ എ റിപ്പോർട്ടർ ക്യാൻ റിപ്പോർട്ട് എ ന്യൂസ് സ്റ്റോറി ഇൻ 2 ഡിഫറെൻറ്റ് വേയ്സ്. അപ്പോൾ അവർ ഗ്ലാസ്സും എഴുതണം, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലും എഴുതണം. രണ്ടും വരയ്ക്കണം. അപ്പോൾ അത് രണ്ടും വരച്ചാൽ മാത്രമേ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നേടാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ 2 മാർക്കിന് വാട്ട് ഈസ് മീൻ ബൈ, അല്ലെങ്കിൽ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ അവർ ഗ്ലാസ് സ്റ്റൈൽ ഇൻ എ ന്യൂസ് റിപ്പോർട്ടിംഗ്, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഇൻ എ ന്യൂസ് റിപ്പോർട്ടിംഗ്, സെപ്പറേറ്റ് ചെയ്ത് ചോദ്യം വരും. എപ്പോഴും നിങ്ങൾ ഈ സ്റ്റൈൽ ഏതാണോ അത് വരയ്ക്കുകയും അതിനെ മാക്സിമം ഡിസ്ക്രൈബ് ചെയ്യുകയുമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ അതിനെ വിവരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് രണ്ടാമത്തെ സ്റ്റൈൽ ഓഫ് ന്യൂസ് റിപ്പോർട്ടിങ്ങിലേക്കാണ്. അവർ ഗ്ലാസ് സ്റ്റൈൽ എന്നാണ് അതിൻ്റെ പേര് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്നുള്ളത് ആദ്യം നോക്കാം. ദിസ് ഈസ് കോൾഡ് ആൻ അവർ ഗ്ലാസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ, ഇനി പതുക്കെ കേട്ടോ, വളരെ പതുക്കെ, ഇപ്പോഴത്തെ പ്രണയത്തിൻ്റെ സിമ്പലായിട്ടും കൂടി ചിലപ്പോഴൊക്കെ അവർ ഗ്ലാസ്സിന് പരിഗണിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയും? പ്രണയം ഒരു നീണ്ട കാത്തിരിപ്പാണ്. ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ സുന്ദര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടുള്ള അവർണ്ണനീയമായ അനുഭൂതി നൽകുന്ന അസുലഭ നിമിഷങ്ങളെയാണ് പ്രണയാർദ്ര നിമിഷങ്ങളെന്ന് പൊതുവെ വിശേഷിപ്പിക്കാറ്. ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ജീവിതത്തിലെ ഏറ്റവും നല്ല രസമുള്ള മുഹൂർത്തങ്ങളാണ് സാധാരണ പ്രണയിനികൾക്ക് കിട്ടാറ്. അപ്പം അവർ ആ ഓരോ മൊമെൻറ്റും അത് അവരുടെ പ്രണയത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അവർ ഗ്ലാസും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അടിയിലൊക്കെ നിറച്ച് മണലിട്ടിട്ട് ഇതിൽക്കൂടെ ഇവിടെ മാത്രം ഒരു ഗ്യാപ്പ് ഉണ്ടോ? ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് മണൽ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരും. ഇത് ഇവിടെയൊക്കെ മണലുണ്ടാവും. ഇതിങ്ങനെ താഴത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു ഗ്യാപ്പിൽ കൂടെ. ഇങ്ങനെ താഴത്തേക്ക് വന്ന് ഇവിടുത്തെ മണൽ മുഴുവൻ അവസാനിച്ച് ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ചു വയ്ക്കും. അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒന്നും മണലുണ്ടാവില്ല. മണൽ മുകളിൽ നിന്ന് ഇവിടെ വന്നിട്ട് തടഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. ഈ ഗ്യാപ്പിൽ കൂടെ പോരാവുന്ന മണൽ മാത്രം താഴത്തേക്ക് വരും. ഇത് ഓരോ മണിക്കൂറിന് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തെ കാണിക്കാനാണ്. ഈ മണൽ ഫുള്ളായിട്ട് ഇപ്പുറത്തേക്ക് എത്താൻ എത്ര സമയം എടുക്കുന്നോ അതാണ് അവരുടെ സമയത്തിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അരമണിക്കൂറായിരിക്കാം, 1 മണിക്കൂറായിരിക്കാം. അത് പല രീതിയിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആ രീതിയിൽ ആരും സമയം നോക്കാനൊന്നും പഠിച്ചിട്ടില്ല. കാരണം നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ സമയം എന്ന് പറയുന്നത് ക്ലോക്കിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിന് നമ്മൾ ഓരോ മണിക്കൂറിനെയും എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? 24 മണിക്കൂറിനെ നമ്മൾ 12-12ൻ്റെ ക്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതെങ്ങനെ കറക്റ്റായിട്ട് ആ സമയം അതിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നു? എല്ലാത്തിനെയും നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഓർഡറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് എഴുതി വരുമ്പോൾ ഇത് കാണുക എന്നുള്ളത് കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ ഈ അവർ ഗ്ലാസ്സിന് അവർ ഈ സ്റ്റൈലിന് പേര് കൊടുത്തു, അവർ ഗ്ലാസ് സ്റ്റൈൽ ഓഫ് ന്യൂസ് റിപ്പോർട്ടിംഗ്. ഇനി എങ്ങനെയാണ് ഇത് അവർ ഗ്ലാസ് സ്റ്റൈലായി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. Most stories are written in
the traditional inverted pyramid style. But there are alternative to this style. In hourglass style, the reporter provide the major news in the first few paragraphs. 1, 2, 3, 4. ആദ്യത്തെ 4 പാരഗ്രാഫിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ തോന്നും ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലായിട്ട് ഇപ്പോൾ ഇതൊരു വ്യത്യാസം. അവിടെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആദ്യത്തിൽ പറയാം. നമ്മൾ തോക്കിൻ്റെ ഇടയിൽ കയറി വെടി വെക്കരുത്. ബാക്കിയുണ്ട്. ആദ്യത്തെ 4 പാരഗ്രാഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ലീഡായിരിക്കും. ശരിക്കും ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലാണെങ്കിൽ പിന്നെയുള്ള പാരഗ്രാഫുകളൊക്കെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്പേസ് കുറവായിരിക്കും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ദീസ് പാരഗ്രാഫ് ആർ പ്രസൻറ്റഡ് ഇൻ ദി ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. അതിൽ തർക്കമില്ല. ഇവിടുത്തെ ആദ്യത്തെ 4 പാരഗ്രാഫും ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ തന്നെയാണ്. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന, വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് സ്റ്റൈൽ തന്നെയായിരിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ പിന്നീടാണ് വ്യത്യാസം വരുന്നത്. ദ റിപ്പോർട്ടർ യൂസ് എ ടേൺ, എ ട്രാൻസിഷണൽ പാരഗ്രാഫ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ക്രോണോളജി ഓഫ് ദി ഇവന്റ്. ഇവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്ത് സംഭവിച്ചു, എന്തുണ്ടായി, എല്ലാം പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചിലാണ്. വാർത്ത ഒന്ന് മറയുമ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇതിനെ മാറ്റും. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, സാധാരണഗതിയിൽ ജീവചരിത്രങ്ങൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ അവർഗ്ലാസ് സ്റ്റൈലിലാണ് എഴുതുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങൾ ടോപ്പ് ഓഫ് ദി പാരഗ്രാഫിൽ തന്നെ വരും. ആദ്യത്തെ 3-4 പാരഗ്രാഫിനുള്ളിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. ഇപ്പോൾ ഒരു MP ആണെങ്കിൽ ഇദ്ദേഹം MP ഹൃദയാഘാതം മൂലം മരിച്ചു. അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. 72 വയസ്സായിരുന്നു. കഴിഞ്ഞ 23 വർഷമായിട്ട് ലോക്സഭാ മെമ്പറായിരുന്ന വ്യക്തിയാണ്. ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് കഴിഞ്ഞ 6 തവണയും തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ന പാർട്ടിയുടെ സന്തത സഹചാരിയായിരിക്കുകയും പാർട്ടി നേതൃത്വത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുകയും പിന്നീട് ലോക്സഭാ MP ആയി മാറുകയും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പാർട്ടി നേതൃത്വ നിരയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുകയായിരുന്നു. പാർലമെൻറ്റ് മീറ്റിംഗ് നടക്കുന്നതിനിടയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് 12:30 അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും, എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു ബാക്കപ്പ് ഒക്കെ കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലേ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന് വന്ന നേതാവായിരുന്നു. അതിനുശേഷം യുവജന പ്രസ്ഥാനത്തിലേക്ക് കടക്കുകയും ഇന്ന ഇലക്ഷനിൽ വെച്ച് ആദ്യമായിട്ട് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് MLA ആയി മാറി. അതിനുശേഷം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട് വൈസ് പ്രസിഡൻ്റായി കുറച്ചു കാലം സേവനമനുഷ്ഠിച്ചു. ഒരു ബാക്കപ്പ് കൊടുക്കാം, ഒരു ഓവർവ്യൂ കൊണ്ടുവരാം. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച്, അദ്ദേഹം ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ച്, അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ഓവർവ്യൂ കൊടുക്കാം. അതിന് വേണ്ട ആട്രിബ്യൂഷൻസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇത്രയും കഴിഞ്ഞു. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ തന്നെയാണ് എഴുതുക. പക്ഷേ അവർഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ നോക്കൂ, ഇൻവേർട്ടഡ് സ്റ്റൈലിൻ്റെ അത്രയും തന്നെ വലിപ്പത്തിൽ വന്നു. പക്ഷെ ഇൻവേർട്ടഡിൽ ഇവിടെ അവസാനിക്കും, അവർഗ്ലാസിൽ ഇവിടെ അവസാനിക്കല്ല. ഇവിടെ അടുത്ത സെക്ഷൻ തുടങ്ങുകയാണ്. ക്രോണോളജിക്കലായിട്ട് പറയും. 1952 ഇന്ന ആൾക്കാരുടെ മകനായിട്ട് ഇദ്ദേഹം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഇന്ന ഗ്രാമത്തിൽ ജനിച്ചു.
പ്രാഥമിക പഠന കാലഘട്ടത്തിൽ ഗവൺമെൻറ് GVHSSൽ നിന്നും ഹൈസ്കൂൾ തല വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ അദ്ദേഹം പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് മലപ്പുറം ഗവൺമെൻറ് കോളേജിലായിരുന്നു. 1973 അദ്ദേഹം ഡിഗ്രി വിദ്യാഭ്യാസത്തിനായി പൊളിറ്റിക്കൽ സയൻസ് തിരഞ്ഞെടുക്കുകയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂഡൽഹി അഡ്മിഷൻ നേടിയെടുത്ത് അവിടെ പഠനം ആരംഭിക്കുകയും ചെയ്തു. JNUവിൽ പഠിക്കുന്ന കാലഘട്ടം മുഴുവൻ 3 വർഷക്കാലം അദ്ദേഹം ഇന്ന പാർട്ടിയുടെ നിസ്വാർത്ഥ പ്രവർത്തകനായിരുന്നു. വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഇന്ന സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തി. ഡിഗ്രിക്ക് ശേഷം മാസ്റ്റർ ഡിഗ്രിക്കായി അദ്ദേഹം ഇന്ന കോളേജിൽ ഇന്ന വിഷയം തിരഞ്ഞെടുത്തു. ഉയർന്ന മാർക്കോടെ ഇത് പാസ്സായി അദ്ദേഹം 1976 പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും യുവജന പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പിന്നീട് പാർട്ടിയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് 80 പ്രവേശിക്കുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. എന്നാൽ പാർട്ടിയിൽ നിന്നേറ്റ കനത്ത വെല്ലുവിളി അദ്ദേഹത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് കുറച്ചു കാലം പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. 90കളിൽ ശക്തമായി പാർട്ടിയിലേക്ക് തിരിച്ചു വരികയും സംസ്ഥാന കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് ഇന്ന വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് സീറ്റ് കരസ്ഥമാക്കുകയും തുടർച്ചയായി 5 തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 84, 88, 92 ഇങ്ങനെ പല വർഷങ്ങളിൽ. ഇതൊക്കെ ഈ ക്രോണോളജിക്കൽ ഓർഡർ മുഴുവൻ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിലായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ആളാരാണ്, എന്താണ്, ഇപ്പം എങ്ങനെയാണ്, എന്ത് സംഭവിച്ചു എന്ന് വരെ പറഞ്ഞു. ഒക്കെ നല്ല കാര്യം. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം കൂടി കൊടുക്കുകയാണ്. അത് ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിലേക്ക് വരും. അപ്പോൾ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ വെച്ച് വേണമെങ്കിൽ വായന നിർത്താം. പക്ഷെ ഒരു കുഴപ്പമുണ്ടാവും, അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നമുക്കൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണഗതിയിൽ ജീവചരിത്രം പോലെയുള്ള കാര്യങ്ങൾക്കാണ് അവർ ഗ്ലാസ് സ്റ്റൈൽ ഉപയോഗിക്കുക. കാരണം ഒരു ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് മാച്ചിൻ്റെ കാര്യം അവസാനിപ്പിച്ച് പിന്നെ ബാക്കിയൊന്നും പറയാതിരിക്കുക. ഇന്ന ഓവറിൽ ഇന്നൊരു വിഷയം സംഭവിച്ചു, ഇന്ന വിക്കറ്റ് നഷ്ടപ്പെട്ടു, അതിനുശേഷം ഇന്ന ആൾ ബാറ്റിങ്ങിന് വന്നു, അദ്ദേഹം ഇത്രയധികം റൺസ് സ്കോർ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു രീതി കിട്ടുകയോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വായനക്കാരന് കഴിയുകയോ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ സ്പോർട്സ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ടിങ്ങിലൊക്കെ പൊതുവെ ഉപയോഗിക്കാറ് ഈ രീതിയല്ല, ഇൻവേർട്ടഡ് പിരമിഡാണ്. ഇത് ലൈഫ് അല്ലെങ്കിൽ ഒരാളുടെ ഹിസ്റ്ററി പറയുമ്പോൾ, ജീവചരിത്രം പറയുമ്പോഴൊക്കെയാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. ദി ട്രാൻസിഷണൽ പാരഗ്രാഫ് മേ ബിഗിൻ വിത്ത് പോലീസ് ഗേവ് ദ ഫോളോയിങ് അക്കൗണ്ട് ഓഫ് ദി ഇൻസിഡൻറ്റ്, അവർ കറസ്പോണ്ടൻറ്റ് ഗേവ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പറയാം. അല്ലെങ്കിൽ വിക്ടിം ടോൾഡ് ദ ജൂറി വാട്ട് ഹാപ്പൻഡ് എക്സെട്ര. അങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയുന്ന പോലെ ഇപ്പം ചില കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒരു കഥയുണ്ടായിരിക്കും. മരിച്ച ആളുടെ പേര് വിജിത്ത് എന്നാണെന്ന് വിചാരിക്കൂ, കൊന്നു എന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ പേര് അജിത്ത് എന്നാണെന്ന് വിചാരിക്കും. അജിത്തും വിജിത്തും വളരെ വർഷങ്ങളായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. 8 വർഷത്തിലേറെയായി കട നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുകയും അജിത്തിൻ്റെയും വിജിത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമായിരുന്നു.
എന്നാൽ അവിചാരിതമായി സംഭവിച്ച കൊറോണയുടെ ഇമ്പാക്റ്റ് മൂലം വിജിത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത കടന്നു വരികയും അത് തീർക്കാൻ അദ്ദേഹം കട പണയപ്പെടുത്തി ലോൺ എടുക്കുകയും ചെയ്തു. എന്നാൽ ഇത് അജിത്തിനെ അറിയിക്കാതിരുന്നതിൻ്റെ ദേഷ്യം നിമിത്തം അജിത്തും വിജിത്തും ഇതിനെ തുടർന്ന് ഓഫീസിൽ വെച്ച് തർക്കിക്കുകയും പിന്നീട് രണ്ടുപേരും കലഹിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു. 1 മണിക്കൂറിന് ശേഷം അജിത്ത് തിരിച്ചു വന്ന് ഓഫീസിൽ നിന്ന് തൻ്റെ ഷെയറായിട്ടുള്ള പൈസ മുഴുവൻ പിൻവലിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും എന്നാൽ അത് ചോദ്യം ചെയ്യാൻ വിജിത്ത് അദ്ദേഹത്തെ കാണാൻ പിറ്റേ ദിവസം വീട്ടിലേക്ക് ചെന്ന് വീട്ടിൽ വെച്ച് തർക്കത്തിൽ ഏർപ്പെടുകയും അജിത്ത് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് വിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അജിത്തിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവർ നൽകിയ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ അജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെളിവുകൾ ശേഖരിക്കാനും പ്രതിയെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടാൻ 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി അനുമതി നേടിയെടുത്തു. ഇത് പോലീസിൻ്റെ സ്റ്റോറിയാണ്. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസ് അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷനാണ്. ഇതും സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ്. അപ്പോൾ സംഭവം എന്താണ്? പാർട്ട്ണറെ കുത്തിക്കൊന്നു, ഇന്ന ജില്ല, ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന 2 കൂട്ടുകാർ, ഒരു കൂട്ടുകാരനെ മറ്റൊരു കൂട്ടുകാരൻ കുത്തിക്കൊന്നു, പ്രതിയെ പോലീസ് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് പിന്നെ സ്റ്റോറി ടെല്ലിംഗ് രീതിയിലേക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കഥ അല്ലെങ്കിൽ വിക്ടിമിൻ്റെ ഭാഗത്തു നിന്നുള്ള കഥ പറയാനായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയെടുക്കുക. അവർ ഗ്ലാസ് സ്റ്റൈൽ ഈസ് സ്യൂട്ടബിൾ ഫോർ കവറിംഗ് ട്രയൽസ്, ആക്സിഡൻറ്റ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് എക്സെട്ര. ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഫോളോ ദി സ്റ്റൈൽ ഇൻ സം ഓഫ് ദെയർ ലീഡ് സ്റ്റോറീസ്. ചില സമയങ്ങളിൽ ലീഡ് സ്റ്റോറി, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് പോലും ചിലപ്പോഴൊക്കെ ദി ഹിന്ദുവിലെ അവർ ഗ്ലാസ് സ്റ്റൈല് ഫോളോ ചെയ്യാറുണ്ട്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അവർക്ക് വായനക്കാരനെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് രീതിയും ഉപയോഗപ്പെടുത്താം. ഇനി എലമെൻറ്റ്സ് ഓഫ് എ ന്യൂസ് സ്റ്റോറി. ഒരു ന്യൂസ് സ്റ്റോറിയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെ? നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെൻഡർ, റിസീവർ, മെസ്സേജ്, കോണ്ടെക്സ്റ്റ്, ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് ന്യൂസ് സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് സ്റ്റോറിയിൽ ചില എലമെൻറ്റ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സാധാരണഗതിയിൽ പറയുക 5 Ws ആൻഡ് 1 H എന്നാണ്. 5 W 1 H വാർത്തയിലുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ വാർത്ത എഴുതുമ്പോൾ 5 വട്ടം W എന്ന് എഴുതും, 1 വട്ടം H എന്ന് എഴുതല്ല. ചളിയായില്ല. ഇടയ്ക്കൊരു ചളി പറയുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇതിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 Ws എന്ന് പറഞ്ഞാൽ അത് 5 ചോദ്യങ്ങളാണ്. 1 H എന്ന് പറയുന്നതും ചോദ്യം തന്നെയാണ്. ഈ 6 ഐറ്റം നിങ്ങളുടെ ന്യൂസ് സ്റ്റോറിയിൽ ഉത്തരമായിട്ടുണ്ടായിരിക്കണം. ഹൂ, ആര് ചെയ്തു, അതെന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു, വേണ്ട, ആക്സിഡൻറ്റ് പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ ഇന്ത്യ ജയിച്ചു, അല്ലെങ്കിൽ ഇന്ത്യക്കൊരു സ്വർണ്ണ മെഡൽ കിട്ടി ഒളിമ്പിക്സിൽ. ഇതിനു മുമ്പ് സ്വർണം നേടിയിട്ടുള്ള അഭിനവ് ബിന്ദ്ര, ആ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിനവ് ബിന്ദ്രയ്ക്ക് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ സ്വർണം. ഹൂ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി. വാട്ട്, എന്താണ് സംഭവം എന്ന് പറയണ്ടേ? വാട്ട് എന്നുള്ളതിന് ഞാൻ ഉത്തരം പറഞ്ഞു. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് എന്ന ഐറ്റത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ സ്വർണം നേടി. വാട്ട്, എന്ത്? ചോദ്യത്തിന് ഉത്തരമായി. ഞാൻ എന്ത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാണ്. പ്രേക്ഷകനാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പ്രേക്ഷകന്റെ വാട്ട് എന്നുള്ള ചോദ്യം, എന്ത് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ കയ്യിലുള്ള ഉത്തരമാണത്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ നേടാൻ കഴിഞ്ഞു. അതാണ് എന്ത് എന്നുള്ളതിന് ഉത്തരം. ദെൻ വെൻ, അതൊരു ചോദ്യമാണല്ലോ. എപ്പോ? ഇന്നലെ
ഒളിമ്പിക്സിൽ നടന്ന 8ാമത്തെ ഇവൻറ്റിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 അഭിനവ് ബിന്ദ്ര സ്വർണം കരസ്ഥമാക്കിയത്. വെൻ, എപ്പോ? ഇതെല്ലാ ന്യൂസ് സ്റ്റോറിയിലും വരേണ്ട കാര്യങ്ങളാണ്. ഇത് മൂന്നും ഉണ്ടാവില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹു ആര്, വാട്ട് എന്ത്, വെൻ എപ്പോൾ. 3 ചോദ്യം ഉണ്ടാവും, അതിൻ്റെ ഉത്തരം ഉണ്ടാവും. നെക്സ്റ്റ് വേർ ചോദ്യമാണ്. 2008 ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അതിന് പ്രസക്തിയില്ല. പക്ഷെ ഏത് സ്ഥലത്താണ് നടക്കുന്നത് എന്നുള്ളതിന് പ്രസക്തി ഉണ്ടാവും. ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിനവ് ബിന്ദ്രയ്ക്ക് 10 മീറ്റർ എയർ റൈഫിളിൽ സ്വർണ്ണ മെഡൽ ഇന്നലെ കരസ്ഥമാക്കാൻ സാധിച്ചു. ഇത്രയും പറഞ്ഞാൽ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി. വൈ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമല്ല. അതിന് പ്രസക്തമല്ല എന്ന് പറയാൻ കാരണമുണ്ട്. എന്തുകൊണ്ട്? ഷൂട്ടിങ്ങിൽ സ്വർണം നേടുക കത്തി കൊണ്ടാണോ? തോക്കൊണ്ടല്ലേ? അപ്പോൾ ഇത്ര ചോദിക്കാണ്ട്. അല്ലെങ്കിൽ സ്വർണം നേടി എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് നേടി എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ, ഒരു കൊലപാതകം നടക്കുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് വൈ എന്ന ചോദ്യത്തിന് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമായിട്ട് വരുന്നത്. വൈ എല്ലാത്തിലും ഉണ്ടാവും. വൈ, എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. അങ്ങനെ ഒരു പറച്ചിൽ എല്ലായിടത്തും വരും. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റോറിയിൽ വൈ എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകൻ ചോദിക്കില്ല. പക്ഷെ ഒരു കൊലപാതകത്തിൽ ചോദിക്കും, എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു? അപ്പോൾ മുൻവൈരാഗ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പെങ്ങളെ പീഡിപ്പിച്ചതിന് പ്രതികാരമായിരുന്നു ചെയ്തത് കാരണം എന്നൊക്കെ പറഞ്ഞു. ദെൻ ഹൗ എന്തിന്, എങ്ങനെ ഇത് ചെയ്തതെന്നറിയണ്ടേ? എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ പിന്നെ എങ്ങനെ ചെയ്തു? അപ്പോഴാണ് ഞാൻ വിജിത്തും അജിത്തിൻ്റെയും കാര്യം പറഞ്ഞത്. വീട്ടിലേക്ക് ചെല്ലുകയും നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങി, പിന്നീട് അത് കലഹത്തിലേക്ക് എത്തുകയും അജിത്തിന് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ കത്തിയെടുത്ത് അദ്ദേഹം അജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഹൗ, എങ്ങനെയെന്നുള്ളതിന് ഉത്തരം. ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, 5Ws 1H ആയിക്കഴിഞ്ഞാൽ ഒരു ന്യൂസ് സ്റ്റോറി പൂർണ്ണമായി കംപ്ലീറ്റ്. അവിടെ പിന്നെ ആഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇതിനുള്ള ഉത്തരങ്ങൾ പറയുമ്പോൾ തന്നെ ഫില്ലായി. അപ്പം ഇത് 5 Ws 1 H. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾ ലവ് 24x7 എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും ദിലീപിൻ്റെ. അതിൽ ആദ്യമായിട്ട് ജോലിക്ക് വരുന്ന നായിക കഥാപാത്രത്തോട് അവിടുത്തെ ഒരു സബ് എഡിറ്റർ ചോദിക്കും, ഒരു ന്യൂസിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഹു, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. ഈ കാര്യം തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത്. 5Ws 1H എന്ന് പറയാം അവൾക്ക് വേണമെങ്കിൽ. പക്ഷെ അവളത് നീട്ടിപ്പരത്തി ഓരോന്നും എന്താണെന്നുള്ളത് സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു. അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഇതിൽ വന്നിട്ടുണ്ടോ? ഇവിടെ തിരുത്തൂ, അവിടെ തിരുത്തൂ, ഇങ്ങനെ മാറ്റൂ, അങ്ങനെ മാറ്റൂ. കാരണം ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ കൃത്യമായിട്ട് പ്രേക്ഷകന് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ റിപ്പോർട്ടിന് ഒരു ഭംഗി ഉണ്ടാവും. പ്രേക്ഷകന് എളുപ്പത്തിൽ അത് വായിക്കാനായിട്ട് പറ്റും. Elements of a news story. Ideally, every news story should answer 6 primary elements on an event, 5Ws and 1H. These elements are given below. Who acted to whom? ആര് ആരോട്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അജിത്ത് വിജിത്ത് എടുക്കാം. ഹു എന്നുള്ളതിലെ അജിത്ത്, ആരോട്? വിജിത്തിനോട്. Then what happened or will happen? എന്ത് സംഭവിച്ചു? അജിത്ത് വിജിത്തിനെ കൊന്നു.
Then where the action occurred. Where ആണ് ചോദ്യം, when അല്ല, where. അജിത്തിന്റെ വീട്ടിൽ വിജിത്ത് വരുമ്പോൾ സംസാരത്തിനിടയിലാണ് ഇത് സംഭവിച്ചത്. വേർന്നുത്തരം. Then when it happened, എപ്പോൾ ഇത് സംഭവിച്ചു. ഇന്നലെ ഒരു ഡേറ്റ് ഇടാം. ഇപ്പോൾ ഇന്നലത്തെ ഡേറ്റ് December 24 ആണെന്ന് വിചാരിക്കും. December 24 വൈകുന്നേരം 6:30 വിജിത്ത് അജിത്തിൻ്റെ വീട്ടിലെത്തുകയും തുടർന്നാണ് ഈ സംഭവം അരങ്ങേറുന്നത്. വെൻ എന്നുള്ളതിന് ഉത്തരം. ദെൻ വൈ, എന്തുകൊണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതിന് കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് സംബന്ധമായിട്ട് ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും തുല്യ പാർട്ട്ണർഷിപ്പിൽ നടന്നുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്നും വിജിത്ത് വളരെ വലിയൊരു തുക കടമെടുക്കുകയും അത് ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി അജിത്തും വിജിത്തും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും അതിനെ തുടർന്നുണ്ടായ ബലപ്രയോഗത്തിൽ അജിത്ത് വിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. വൈ എന്നുള്ള ചോദ്യത്തിനും ഉത്തരം. ദെൻ ഹൗ. ഹൗവും ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഹൗ എന്തുകൊണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെയെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഓൾറെഡി ഹൗ എന്നുള്ളതിന് ഉത്തരം നൽകിക്കഴിഞ്ഞു. ഹൗ ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ട്, എങ്ങനെ, ഏത് രീതിയിൽ ഇത് സംഭവിച്ചു. രണ്ടുപേരും തമ്മിൽ ബലപ്രയോഗം നടക്കുന്നതിനിടയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിജിത്ത് അടുക്കളയിലെത്തിയപ്പോൾ അജിത്തിന് അവനെ കീഴ്പ്പെടുത്താൻ കയ്യിൽ കിട്ടിയ ആയുധം കത്തിയായിരുന്നതിനാൽ കുത്തുകയും 3 തവണ ആവർത്തിച്ച് കുത്തിയതിനു ശേഷമാണ് വിജിത്ത് കൊല്ലപ്പെട്ടു എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയത്. ഹൗ ഉത്തരായി. ന്യൂസ് സ്റ്റോറി പൂർണ്ണമായി. അതിനാവശ്യമായിട്ടുള്ള ആഡിങ്ങും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വലുതാക്കാം ചെറുതാക്കാം എങ്ങനെ വേണമെങ്കിലും ന്യൂസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഈ 6 ഐറ്റം ഇതിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് റിപ്പോർട്ടറുടെ ഉത്തരവാദിത്വമാണ്. റിപ്പോർട്ടർ ലുക്ക് ഫോർ ദീസ് 7 elements. ഇതെങ്ങനെ 7 elements ആയെന്ന് എനിക്കറിയില്ല. 6 elements ഉള്ളൂ. 6 elements. Whenever they cover a news event, they gather the fact to answer the questions of who, what, when, where, why, and how. There was a time when journalists were supposed to answer the all questions above all questions in the intro, such leads known as summary leads. നമ്മളുടെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഈ 6 ചോദ്യത്തിനുള്ള ഉത്തരം എഴുതിയാൽ അത്തരം ലീഡിനെ, ഇൻട്രോനെ വിളിക്കുന്ന പേരാണ് സമ്മറി ലീഡ്. കാരണം നമ്മളത് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളല്ല. നിങ്ങൾക്ക് പലതരം ലീഡുകൾ പഠിക്കാനുണ്ട് ഇനി. അവിടെ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. ഈ 6 ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യ പാരഗ്രാഫുകളിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ലീഡിനെ വിളിക്കുന്ന പേരാണ് സമ്മറി ലീഡ്. Such leads known as summary lead resulted in overcrowding the opening paragraph and it can confuse and irritate readers. പക്ഷെ നമ്മൾ ആദ്യത്തെ 2 പാരഗ്രാഫിനുള്ളിൽ തന്നെ ഈ 6 ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ വായനക്കാരനത് അത്രയ്ക്ക് അങ്ങോട്ടൊരു സുഖം ഉണ്ടാവില്ല. എല്ലാം വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞ് പെട്ടെന്ന് തീർത്ത പോലൊരു തോന്നലുണ്ടാവും. അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഹൂവും വാട്ടും ആദ്യത്തെ 2 പാരഗ്രാഫിൽ കൊടുക്കുക. പിന്നത്തെ പാരഗ്രാഫിൽ വെൻ കൊടുക്കുക. പിന്നത്തേൽ വേറെ കൊടുക്കുക. ദെൻ ഹൗ കഴിഞ്ഞതിന് ശേഷം വൈ എന്നുള്ളതിന് ഉത്തരമായിട്ട് ഒരു 7ാമത്തെ പാരഗ്രാഫിലൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിങ്ങനെ വായിച്ചു വരാനുള്ള എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചത്, ഇതെപ്പോഴും ഇതുണ്ടായേ, ഓരോന്നിൻ്റെ ഉത്തരം കണ്ടെത്താൻ പ്രേക്ഷകൻ ഇങ്ങനെ വായിച്ച് താഴേക്ക് വരും. അല്ലാതെ എല്ലാം കൂടിയിട്ട് ഒറ്റ ഇതിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കഴിഞ്ഞു, ഇനിയുള്ളതൊക്കെ വെറുതെ ചവറ് പോലെ എഴുതി വെച്ചിരിക്കുകയായിരിക്കും. വായിച്ച് നേരം കളയണ്ട. വായനക്കാരനത് അവിടെ തന്നെ നിർത്തും. അതാണ് പ്രശ്നം.
The present style of news lead is to use short sentences by playing up one or more of the above element in the opening paragraph. ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ എലമെൻസിനെ മാത്രം എടുത്തിട്ട് ആദ്യത്തെ പാരഗ്രാഫിലിടും. അപ്പോൾ ബാക്കിയുള്ള എലമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രേക്ഷകൻ വായിച്ച് താഴേക്ക് വരും. ലീഡ് ഓർ ഇൻട്രോ. വാട്ട് ഈസ് മീൻ ബൈ ലീഡ് ഓർ ഇൻട്രോ? The first paragraph or two, ആദ്യത്തെ പാരഗ്രാഫോ ഒന്നോ രണ്ടോ പാരഗ്രാഫിനെ കൂട്ടിച്ചേർത്തതിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ന്യൂസ് സ്റ്റോറി ഈസ് കോൾഡ് ദ ലീഡ്. The lead is the most important part of a story and the most difficult part to write. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണിത്. എന്നാൽ എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് ഇത് എഴുതാനാണ്. കാരണം ഹെഡ്ലൈൻ വായിച്ചു, ഹെഡ്ലൈൻ ഇഷ്ടപ്പെട്ട ആള് ലീഡ് വായിച്ചു നോക്കും. അല്ലാതെ ആരും നേരെ പോയിട്ട് ഏറ്റവും അടിയിലത്തെ പാരഗ്രാഫ് അല്ലല്ലോ വായിക്കുക, ഫസ്റ്റത്തെ പാരഗ്രാഫ് വായിക്കും. ആ വായിക്കുമ്പോൾ ഹെഡ്ലൈൻ വായിച്ചപ്പോൾ കിട്ടിയ ആ ഒരു താല്പര്യം നിലനിർത്തിക്കൊണ്ടു പോവാൻ നമ്മളുടെ അടുത്ത പാരഗ്രാഫിന് പറ്റണം. അതർവൈസ് നിങ്ങളതിൽ ഫെയിലായാൽ നിങ്ങളുടെ ആ സ്റ്റോറി തന്നെ ഫെയിലാണ്, നിങ്ങളുടെ ആ ന്യൂസ് റിപ്പോർട്ട് തന്നെ ഫെയിലാണ്. കാരണം ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല വായിക്കാനായിട്ട്. എന്തിനു വായിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലാണ് കൂടുതൽ വായിച്ചു പോവുക. ഇപ്പൊ ഹാരി പോട്ടർ പോലെയുള്ള സീരീസുകളൊക്കെ നമ്മൾ വായിക്കുന്നതിന്റെ കാരണം എന്താ? ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോണം, അയ്യോ ആ ഒരു ക്യൂരിയോസിറ്റി. അപ്പൊ ഇവിടുത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പ്രേക്ഷകൻ പിന്നെ അത് വായിക്കില്ല. അവൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഇൻട്രോ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി സ്റ്റോറി ദാറ്റ് അട്രാക്ട്സ് ദ റീഡർ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് വെൽ റിട്ടൺ ക്യാൻ അറൗസ് റീഡേഴ്സ് ഇൻട്രസ്റ്റ്. ഇൻട്രോ നന്നായാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് എപ്പോഴും പറയും. അത് വളരെ ശരിയാണ്, പ്രത്യേകിച്ച് ന്യൂസ് സ്റ്റോറീസിൻ്റെ കാര്യത്തിൽ. നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രോ നന്നായാൽ നിങ്ങളുടെ ആ ലേഖനം മൊത്തം നന്നായി എന്നാണ് അതിനർത്ഥം. കാരണം ഇൻട്രോയിൽ തന്നെ പ്രേക്ഷകനത് വായിക്കാൻ തീരുമാനിക്കുകയാണ്. ആ തീരുമാനിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഇൻട്രോയ്ക്കുള്ളത്. അത് നിങ്ങളുടെ ഇൻട്രോ കൃത്യമായിട്ട് ചെയ്താൽ പിന്നെ ഒന്നും നിങ്ങൾക്ക് നോക്കാനില്ല, 100% പെർഫെക്റ്റ് ആയിരിക്കും. ഇറ്റ് ഷുഡ് ടെൽ ദി റീഡർ the point of the story, not hide the subject with unnecessary or misleading words and phrases. നിങ്ങളുടെ ലീഡ് കൃത്യമായിരിക്കണം, പൂർണ്ണമായിരിക്കണം. ഒന്നും മറച്ചു വെക്കുന്നതായിരിക്കരുത് നിങ്ങളുടെ ലീഡ് സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡിങ് പാരഗ്രാഫ്. ഇൻട്രോ മറച്ചു വെക്കുന്ന രീതിയിലോ ഒഴിവാക്കപ്പെടുന്ന രീതിയിലോ ആയിക്കഴിഞ്ഞാൽ റീഡർ കൺഫ്യൂസ്ഡ് ആവും, വായിക്കാനായിട്ട് താല്പര്യം കാണിക്കില്ല. സോ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇൻട്രോയിൽ വളരെ മസ്റ്റാണ്. ഒപ്പം തന്നെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് എഴുതേണ്ട പാരഗ്രാഫും ഇൻട്രോ തന്നെയാണ്. ക്വസ്റ്റ്യൻസ് എ ലീഡ് ഷുഡ് ആൻസർ. ലീഡിൽ നിർബന്ധമായിട്ടും വരേണ്ട ചോദ്യങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞ 5W സെൻറ്ററിന് 1H തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇൻ ദ പാസ്റ്റ് എവറി ലീഡ് വാസ് എക്സ്പെക്റ്റഡ് ടു ആൻസർ 6 questions: who, where, why, when, where, what, how. Newspaper have abandoned that rigid system because leads that answered all 6 questions tended to be too long and complex. സാധാരണഗതിയിൽ എപ്പോഴും പറയാറ് ആദ്യത്തെ ലീഡ് സ്റ്റോറിയിൽ തന്നെ ഈ 6 ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഒരു രീതിയിലൊക്കെ വളരെ വലിയ മാറ്റം സംഭവിച്ചു. കാരണം നമുക്കറിയാം, ലീഡ് സ്റ്റോറിയിൽ 6ൻ്റെയും ഉത്തരം കിട്ടിക്കഴിഞ്ഞ പ്രേക്ഷകൻ ബാക്കി നമ്മൾ ഈ എഴുതിയിട്ടുള്ളത് ഒന്നും വായിച്ചു നോക്കില്ല. പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? പ്രേക്ഷകനെ വായിക്കാനും ഇത് പൂർണ്ണമായിട്ടും കേൾക്കാനും ഇരുത്തുന്നതാണ് ഒരു റിപ്പോർട്ടറുടെ കഴിവ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ 6 ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ 2 രീതിയിൽ അത് ദോഷം ചെയ്യും. ഒന്ന്, വായന ഇവിടെ വെച്ച് ബ്രേക്ക് ആവും, ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വായന നിർത്തും. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് എല്ലാം കൂടിയിട്ട് ഉത്തരങ്ങൾ കൂട്ടിച്ചേർത്ത് വളരെ ടൈറ്റായിട്ട് ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ആദ്യത്തെ 2 പാരഗ്രാഫിൽ 6ൻ്റെ ഉത്തരം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ പാരഗ്രാഫുകൾ ടു ലെങ്തി ആവും.
ഒപ്പം തന്നെ ഒരു കോംപ്ലക്സ് മാനർ അതിന് വരും, ഒരു കൺഫ്യൂഷൻ ജനിക്കും പ്രേക്ഷകൻ്റെ ഉള്ളിൽ. ആ കൺഫ്യൂഷൻ വന്നാൽ തന്നെ ലീഡ് തന്നെ കൺഫ്യൂസിങ് ആണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരാളും വായിക്കാൻ മെനക്കെടില്ല. ബിക്കോസ് few readers in a large cities know people involved in routine stories, the name of those people do not have to appear in leads. The exact time and place at which a story occurred may also be unimportant. Today, leads emphasize answers only to the most important of the 6 questions and they vary from one story to another. പലപ്പോഴും ലീഡ് സ്റ്റോറിയിൽ അല്ലെങ്കിൽ സമ്മറി ലീഡിൽ അല്ലെങ്കിൽ ലീഡിൽ ഈ 6 ചോദ്യങ്ങളെയും ഉൾപ്പെടുത്താൻ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കാരണം ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്താൽ അത് വലിയ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പം അത് പല രീതിയിൽ സ്റ്റോറിയുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് അവർ ഗ്ലാസ് സ്റ്റൈലും ഒരു ന്യൂസ് സ്റ്റോറിക്ക് വേണ്ട എലമെൻറ്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. അവർ ഗ്ലാസ് സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ ഗ്ലാസിൻ്റെ സ്റ്റൈലിൽ അതിൻ്റെ രീതിയിൽ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞ് ചുരുങ്ങി വന്ന് പിന്നീട് ഒരു മിഡിലിൽ നിന്ന് വീണ്ടും ഇമ്പോർട്ടൻസ് കൂട്ടി കൊണ്ടുവന്ന് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ന്യൂസ് സ്റ്റോറി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയാണ് അവർ ഗ്ലാസ് സ്റ്റൈൽ എന്ന് പറയും. ആ ഇമ്പോർട്ടൻസ് ആണ് ഈ കാണിക്കുന്ന സ്പേസ്. ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഇത്രയും സ്പേസ് കുറഞ്ഞു വരുന്നതോറും ഇമ്പോർട്ടൻസ് കുറയുന്നു എന്നാണ്. പിന്നെ വീണ്ടും മിഡിലിൽ നിന്ന് ക്രോണോളജിക്കൽ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പേസ് കൂട്ടി വരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നു. അവസാനം വരെയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് എഡിറ്റിംഗ് സമയത്താണ്. ഇങ്ങനെ അങ്ങോട്ട് മാച്ച് കളഞ്ഞാൽ പോയി, സ്റ്റോറിയുടെ ഭംഗി പോയി. 1952 ജനിച്ചു, ഇന്ന സ്കൂളിൽ വിദ്യാഭ്യാസം, അതിനുശേഷം ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇന്ന സ്ഥലത്തേക്ക് മാറുന്നു. അവിടെ എത്തിയപ്പോഴേക്ക് മാച്ച് കളയേണ്ടി വന്നു. ഇത്രയും സ്ഥലമുള്ളൂ കൊടുക്കാനായിട്ട്. എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര സ്പേസ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സ്റ്റോറി ഇത്രയിൽ നിർത്തണം. ശരിയല്ലേ? അപ്പം അയാൾക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് കളയല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഇടയിൽ ഓരോ വാചകങ്ങൾ വായിച്ചു നോക്കിയിട്ട് അത് ഇടയിൽ എടുത്ത് കളയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അയാൾ അടിയിൽ നിന്ന് വായിച്ചു കളയും, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ചെയ്തതുപോലെ. പക്ഷെ ഇൻവേർട്ടഡിൽ ചെയ്ത പോലെ ഇത് മാച്ച് കളഞ്ഞാൽ നല്ല പണി കിട്ടും, കാര്യം പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് പറ്റിയെന്ന് പറയില്ല. അതുകൊണ്ട് അവർ ഗ്ലാസ് സ്റ്റൈലിൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. ഇടയിൽ ഓരോ വാചകങ്ങൾ കണ്ടെത്തി ഇമ്പോർട്ടൻസ് കുറഞ്ഞതിന് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഈ രീതിയിൽ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് മറ്റേതിൻ്റെ പോലെ സെയിം ആണ്. കാരണം തുടക്കത്തിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അവർ ഗ്ലാസ് സ്റ്റൈലിലും തുടക്കം എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൻ്റെ രീതിയിൽ തന്നെയാണ്. റീഡർക്ക് എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കിട്ടുന്നുണ്ട്. പക്ഷേ എഡിറ്റർക്കുള്ള അഡ്വാൻറ്റേജ് ഇവിടെ നഷ്ടപ്പെടുകയാണ്. ദെൻ ന്യൂസ് എലമെൻറ്റ്സ് നമ്മൾ കണ്ടു. 5 Ws: who, what, when, where, why. ദെൻ 1H: how. ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കണം എപ്പോഴും ഒരു ന്യൂസ് സ്റ്റോറിയിൽ നിർബന്ധമായിട്ടും കൊണ്ടുവരാൻ റിപ്പോർട്ടർ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അതിനർത്ഥം ഈ ന്യൂസ് പൂർണ്ണമല്ല എന്നാണ്. അങ്ങനെ പൂർണ്ണമല്ലാത്ത ന്യൂസുകൾ വായിക്കാനോ കേൾക്കാനോ പ്രേക്ഷകന് താല്പര്യമുണ്ടായിരിക്കില്ല. അത് മനസ്സിലാക്കി വേണം നമ്മൾ ന്യൂസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരാവശ്യം കൂടി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, ലീഡ് ഓർ ഇൻട്രോ. ലീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് 1-2 പാരഗ്രാഫാണ്. അതായത് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഇൻസിഡൻറ്റിനെ വിവരിക്കുന്ന പാരഗ്രാഫുകളാണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകന് മനസ്സിലാവണം എന്തിനെ കുറിച്ചിട്ടാണ് സ്റ്റോറി, എങ്ങനെയാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇനി ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത് എന്നുള്ളത് പ്രേക്ഷകന് കിട്ടണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗൈഡ് ലൈൻ ഫോർ ഇഫക്റ്റീവ് ലീഡ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാം. അതിനകത്ത് നമുക്ക്
കുറച്ച് പോയിൻറ്റ്സ് നോക്കാനുണ്ട്. അതിനുശേഷം ടൈപ്സ് ഓഫ് ലീഡ് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സമ്മറി ലീഡ് ഒരു രീതിയാണ്, പിന്നെയും വേറെയും ലീഡ്സ് ഉണ്ട്, ഒരു 7ഓളം ലീഡുകളുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂസ് റൈറ്റിംഗ്, ന്യൂസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ചിട്ടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പൂർണ്ണമാവും, ന്യൂസ് എന്നുള്ള ഭാഗം പൂർണ്ണമാവും. പിന്നീട് നമ്മൾ ന്യൂസ് പേപ്പർ കണ്ടൻറ്റിലെ രണ്ടാമത്തെ വിഭാഗത്തിലേക്കാണ് കിടക്കുക, ഫീച്ചേഴ്സ് നമ്മൾ കുറേ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രീതി എന്താണെന്നും അതെങ്ങനെ എഴുതണം എന്നുള്ളതുമാണ്, എത്ര ടൈപ്പ് ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതുമാണ് നമുക്ക് പിന്നീട് നോക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ലീഡ് എഴുതേണ്ടതെന്ന് പഠിക്കാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ലീഡ് പഠിക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റിംഗ് ന്യൂസ് സ്റ്റോറി പഠിക്കാം. ഇപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ, എടുത്ത കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ആദ്യമേ ശ്രദ്ധിക്കുക. താങ്ക് യു.